ഹായ് ഗൈസ്, ഇന്ന് എൻ്റെ ലൈഫിൽ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് എൻ്റെ ഗ്രാജുവേഷൻ ഡേ ആണ്. ഇന്ന് ഞാൻ ഗ്രാജുവേറ്റ് ആകും. സോ നമുക്കൊന്ന് റെഡിയായി ഒരുങ്ങിയിട്ട് കാണാം. ഞാൻ റെഡിയായി. ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? നമുക്ക് 10:30 ആകുമ്പോൾ സ്റ്റുഡൻസ് എത്താനാണ് പറഞ്ഞിരുന്നത്. പാരന്റ്സ് ഒരു 1:30 ആകുമ്പോൾ എത്താം. അപ്പം റെഡിയായി ഊബർ വിളിച്ചിട്ടുണ്ട്. ഊബറിൽ കയറി നമുക്ക് ഗ്രാജുവേഷനിലെ ബാക്കി പരിപാടികൾ കാണാം. ഇനി ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറയണേ. ഇതാണ് എന്റെ ഗ്രാജുവേഷന് വേണ്ടിയിട്ടുള്ള ഫുൾ ഔട്ട്ഫിറ്റ്. എനിക്ക് സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗ്രാജുവേഷൻ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോന്ന് കമന്റ് ചെയ്ത കൊള്ളായിരുന്നു. ആൻഡ് നമ്മളെല്ലാവരും കൂടെ ഊബർ പിടിച്ചിട്ട് കോളേജിലോട്ട് എത്തി. അപ്പം ഞാൻ പഠിച്ച കോളേജ് സെൻറ് ആൽബർട്ട്സ് കോളേജാണ്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സിലോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. അവിടെ കുറച്ച് ഫോംസ് ഫില്ല് ചെയ്ത് കൊടുക്കലും പിന്നെ ഒരു ഡവറിയുടെ ഒരു സ്പെഷ്യൽ ഫോം ഉണ്ട്. നമ്മൾ ആ ഡവറി ചോദിക്കാനും മേടിക്കാനും പാടില്ല, അങ്ങനത്തെ ഒരു ഫോമൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഫില്ല് ചെയ്തു. ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് 35 പേരാണ് ഗ്രാജുവേറ്റ് ആയത്. പിന്നെ അതേ ഞാൻ ഇവരെ കൊണ്ടൊക്കെ എൻ്റെ വ്ലോഗിൽ ഹായ് പറയിപ്പിക്കുകയാണ്. അപ്പോഴത്തേനും മിസ്സ് വന്നിട്ട് ഞങ്ങൾക്ക് ഗൗൺ, തൊപ്പി, അങ്ങനെ നമ്മുടെ ഗ്രാജുവേഷൻ ഡ്രസ്സ് തന്നു. പിന്നെ ഡ്രസ്സ് ഇടലായിരുന്നു പണി. 3 വർഷത്തെ ഞങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടായിട്ട് ഞങ്ങളെല്ലാവരും ഗ്രാജുവേറ്റ് ആയിരിക്കുകയാണ്. ഞാൻ പഠിച്ച ഡിഗ്രി BVOC സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്നാണ്. BVOC എന്താണെന്ന് ചിലർക്കൊന്നും അറിയില്ല. ബാച്ചിലർ ഓഫ് വൊക്കേഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ നോർമൽ ഡിഗ്രി തന്നെയാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അതിൻ്റെ എല്ലാവരും അങ്ങനെ ഗൗണൊക്കെ ഇട്ട് ഗ്രാജുവേറ്റ് ആവാനുള്ള ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ ഗ്രാജുവേറ്റ് ആവാൻ ഞാൻ ഭയങ്കര ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആണ്. പിന്നെ ഒരു ചെറിയ വിഷമം, ഇനി ഇങ്ങോട്ട് കോളേജ് ലൈഫ്, കോളേജിലോട്ടൊന്നും വരാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ചെറിയൊരു വിഷമം. ഭയങ്കര മഴയാണ്. നല്ലൊരു ദിവസമായിട്ട് ഭയങ്കര കാറ്റും ഭയങ്കര മഴയും. മഴ കണ്ടപ്പോൾ ചെറിയ ടെൻഷനായി. പക്ഷെ അത് അധികം നേരം നിന്നില്ല. അപ്പം തന്നെ കുറച്ചിടം കഴിഞ്ഞപ്പോൾ തന്നെ മഴ മാറി. അപ്പം സമാധാനമായി. ഇനി നമ്മുടെ ഒഫീഷ്യൽ ചടങ്ങുകളൊക്കെ സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും സീറ്റിൽ ഇരുത്തി. ആദ്യം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് റാങ്ക് ഹോൾഡേഴ്സ്, പിന്നെ റോൾ നമ്പർ വൈസ് അങ്ങനത്തെ ഒരു ഓർഡറിലാണ് ഇരുത്തിയത്. അങ്ങനെ നമ്മൾ ഗ്രാജുവേറ്റ് ആവാൻ പോവാണ്. കുറച്ച് സമയത്തിനുള്ളിൽ എല്ലാവരും തൊപ്പിയൊക്കെ വെച്ചു സെറ്റായിട്ടുണ്ട്. എക്സൈറ്റഡ് ആണോ? വളരെയധികം എക്സൈറ്റഡ് ആണ്. നമ്മളെല്ലാവരും ഇപ്പൊ ഗ്രാജുവേറ്റ് ആവാൻ പോണ, എല്ലാവരും തൊപ്പിയൊക്കെ വെച്ച് കോട്ടൊക്കെ വെച്ചിരിക്കണുണ്ട്. എന്താണ്, എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് എന്ന് വെച്ചാ ആണ്, പക്ഷെ എന്നാലും കൊള്ളാം. എക്സൈറ്റഡാ. ഇമ്പോർട്ടന്റ് ഇവന്റ് അല്ലേ. നെക്സ്റ്റ് നമുക്ക് ക്യാപ്പ് വെച്ചല്ലായിരുന്നു. ഞങ്ങളുടെ HOD അനിതാ മിസ്സാണ്. അനിതാ മിസ് എല്ലാവർക്കും ക്യാപ്പൊക്കെ വെച്ച് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് വിടുകയാണ്. അടിയിലെ പപ്പാളി ഹാളിലാണ് നമ്മുടെ ഈ ഒരു ഈവൻറ്റ് നടക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയാണ്. ഫസ്റ്റ് നമ്മളെല്ലാവരും ബച്ചനലി ഹാളിലോട്ടേക്ക് പോയി. ഞങ്ങൾ മാത്രമല്ലല്ലോ, ഇഷ്ടംപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുമല്ലോ ഗ്രാജുവേറ്റ് ആവാനായിട്ട്. അപ്പോൾ ഒരു ഓർഡറിൽ അവർ നിർത്തുമായിരുന്നു. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു ലാസ്റ്റ് ബാച്ചിലായിരുന്നു കേട്ടോ വന്നത്. ഞങ്ങൾ ആഫ്റ്റർനൂൺ ബാച്ചുകാരായതുകൊണ്ട് ഞങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ ആഫ്റ്റർനൂണും തന്നെയാണ് വെച്ചത്. പിന്നെ ഓൾമോസ്റ്റ് ലാസ്റ്റത്തെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് ഞങ്ങളുടെ വന്നത് ഗ്രാജുവേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്യാൻഡിൽ തന്നു അവർ കയറിയപ്പം. കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ കാത്തിരുന്ന ആ നിമിഷം എത്തിയിരിക്കുകയാണ്. Miss Alina Joji, she is also the gem of the department. Mr. Anisha. ആൻഡ് ഫൈനലി ഞങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത ഒരു മൊമെന്റ് ഞങ്ങളെല്ലാവരും അച്ചീവ് ചെയ്തു. ഞങ്ങളൊക്കെ ഗ്രാജുവേറ്റഡ് ആയി. ലാസ്റ്റായിട്ട് ക്യാൻഡിൽ വന്നിട്ട് ക്യാൻഡിലൊക്കെ ലൈറ്റ് ചെയ്ത് ഒരു ഓത്ത് പറയലായിരുന്നു. ഇതായിരുന്നു കേട്ടോ നമ്മുടെ ലാസ്റ്റത്തെ പരിപാടി. അങ്ങനെ നമ്മുടെ ഗ്രാജുവേഷൻ സെറമണി അവസാനിക്കുകയാണ്. ഇനി സർട്ടിഫിക്കറ്റ് കാണിച്ചെന്നില്ല എന്ന് വേണ്ട. ഈ 2 സർട്ടിഫിക്കറ്റാണ് എനിക്ക് കിട്ടിയത്. ഒരെണ്ണം ജെം ഓഫ് ദ കോളേജും പിന്നെ നമ്മുടെ കോളേജിൽ നിന്ന് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്. ഇറങ്ങിയപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് കഴിക്കാൻ ടൈം ഉണ്ടായിരുന്നില്ല. ഫ്രൂട്ടി മാത്രം കുടിച്ചു. പിന്നെ മെയിനായിട്ട് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. സമയം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കോട്ടും തൊപ്പിയും എല്ലാം തിരിച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏൽപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം തിരിച്ച് ഏൽപ്പിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി ഇങ്ങോട്ടേക്ക് എപ്പോഴെങ്കിലും വരാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയില്ല.
എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ മെച്ചൂർഡ് ആയതുപോലെ എനിക്ക് തോന്നി. 3 വർഷം കൊണ്ട് കുറച്ച് മെച്ചൂരിറ്റി ഒക്കെ വെക്കുമല്ലോ. കുറേ നല്ല മെമ്മറീസ് ഓർത്ത് വെക്കാനായിട്ട് കിട്ടി. പിന്നെ കുറേ ലെസൺസ് പഠിക്കാൻ പറ്റി. പഠിക്കുന്ന ലെസൺസ് അല്ല, ലൈഫ് ലെസൺസും ഒരുപാട് പഠിക്കാൻ പറ്റി. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോവാണ്. അലീന ജോജി ഒഫീഷ്യലി സൈനിങ് ഓഫ് ഫ്രം സെന്റ് ആൽബർട്ട്സ് കോളേജ്.